നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ അത്ര ഉപ്പൊന്നുമല്ല. ഒരു കയ്യിൽ ഉപ്പ് നേരെ വായിലിട്ടു. ഈ പാന്റ് അടിച്ചിട്ട് അങ്ങാട്ടിക്കാട്ട് പരസ്പരം പിടിച്ചോണ്ട് നിൽക്കാൻ പറയും. തൊട്ടപ്പുറത്തേക്കുന്ന ആളുടെ പിടിക്കണം, തൊട്ടപ്പുറത്തേക്കുന്ന ആളെ എന്റെ പിടിക്കണം, അങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ പറയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിസ്സാരമെന്ന് തോന്നും, പക്ഷേ സാരമായ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെയും നിങ്ങളുടെയൊക്കെ മക്കളെ നമ്മുടെ ബിസിനസിന്റെ പേരിൽ, ബിസിനസ് പഠിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ പേരിലൊക്കെ ചില സ്ഥാപനങ്ങളിലേക്കൊക്കെ അയക്കുമ്പോൾ ആ സ്ഥാപനങ്ങളിൽ അവരുടെ കഴുത്തിൽ കയറിട്ട് പട്ടിയെപ്പോലെ നടത്തിച്ച് അല്ലെങ്കിൽ പട്ടിയെപ്പോലെ മുള്ളിൽ നിന്നായി അഭിനയിച്ച് അവർ തുപ്പിയിട്ട പഴത്തെ നക്കിച്ച് നാണയം തറയിലിട്ട് അവരെ അതുകൊണ്ട് നാവ് കൊണ്ട് തള്ളി നീക്കിച്ച് പണ്ട് പോലീസുകാർ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, കസേര, അതായത് കസേര ഇല്ലാതെ ഇരുത്തുന്ന ഒരു പരിപാടി. അത്തരത്തിൽ കസേര ഇല്ലാതെ ഇരുത്തി അതേ സമയത്ത് വായ തുറന്നു വെച്ച് ആ വായിൽ ഒരു കൈ ഉപ്പ് വാരി ഇട്ടുകൊടുത്ത് മണിക്കൂറുകളോളം ഇരുത്തി ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. അതിലേക്കാണ് തള്ളിവിടുന്നത്. അതുകൊണ്ടാണ് ഇത് നിസ്സാരമായി കാണരുത് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്, വർഷങ്ങളായി തുടങ്ങിയിട്ട് കുട്ടികളെ എന്നാലും വേറെ ഡ്രസ്സൊക്കെ ഇട്ട് മുഷിഞ്ഞിട്ടുണ്ടാവും, നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവും. ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ, നടക്കാനേ പറ്റുള്ളൂ. അങ്ങനെ നടന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരു നിവൃത്തിയുമില്ലാതെ ഓരോ വീടുകളിൽ ചെന്ന് കയറും. ടൈ കിട്ടിയിട്ടുണ്ടാവും, വീടുകളിൽ നിന്ന് സാധനം കിട്ടില്ല. ഇവരെ കാണുമ്പോൾ ആട്ടിപ്പായ്ക്കലാണ്. കാരണം ഇവരുടെ പ്രോഡക്റ്റ് ആവശ്യമുണ്ടാവില്ല. ഇവർ കരഞ്ഞ് കാല് പിടിച്ച് ഞങ്ങൾക്കൊരു പോയിന്റ് കിട്ടുന്നതാണ്, ഒരു സാധനം മാർക്കറ്റ് ചെയ്താൽ ഇത്ര വില കിട്ടും എന്നൊക്കെയാണ്, എത്ര പോയിന്റ് കിട്ടും എന്നൊക്കെയാണ് പറയാറ്. ഇത്തരത്തിൽ പല കുട്ടികളും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ കുട്ടികളെന്ന് വിളിച്ചത് അവർ കുറച്ച് പ്രായമുണ്ട്, യുവാക്കളെന്ന് വിളിക്കേണ്ടതാണ്. പക്ഷേ അവരെ കുട്ടികളെന്ന് വിളിക്കേണ്ട ഒരു ഗതികേടില്ല. അവർ അത്ര തന്നെ ഉള്ളൂ അവരുടെ പ്രായവും പാകതയും എന്ന് പറയുന്നത്. പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നതാണ്, ഞങ്ങൾ നാളെ അസിസ്റ്റന്റ് മാനേജർമാരും ഒക്കെ ആയി മാറുന്നവരാണ്. അപ്പോൾ ഇത്ര നമുക്ക് സെയിൽ നടത്തി ഇത്ര കാലം ചെയ്തു കഴിഞ്ഞാൽ ഇത്ര കിട്ടും എന്ന് പറയും. അപ്പൊ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കാറുണ്ട്, മക്കളെ, ഈ പറഞ്ഞ ഈ കേസുകളൊക്കെ ഉണ്ടല്ലോ, ഇത്തരത്തിൽ വർഷങ്ങളായി ഇവിടെ ഓരോരുത്തരും വരുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാളെ നിങ്ങൾ മാനേജർ പോസ്റ്റിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൽ എത്തുമ്പോൾ നിങ്ങളൊന്ന് പറയണമെന്ന്. സത്യത്തിൽ ഇവിടെ വലിയൊരു ചതിയാണ് നടക്കുന്നത്. ആ ചതി ഈ രംഗത്തേക്ക് പറഞ്ഞു വിടുന്ന ആൾക്കാരെ മനസ്സിലാക്കണം. ഒന്ന് ലൈംഗിക ചൂഷണം, ചീഞ്ഞ പഴം നക്കിക്കും, പട്ടിയെ പോലെ കരുത്തിൽ ബെൽറ്റ് ഇട്ട് നടത്തിക്കും, അതുപോലെ പാൻറ് കിഴിച്ചിട്ട് വട്ടത്തിൽ നിർത്തി ഓരോരുത്തരുടെ ഇങ്ങനെ പിന്നിൽ നിൽക്കുന്നവർ മുന്നിൽ നിൽക്കുന്നവരെ പിടിച്ചു നിൽക്കണം, ഈ രീതിയിൽ ഓരോന്ന് ചെയ്യിക്കും. ഇങ്ങനെ വളരെ ക്രൂരമായ ശിക്ഷാവിധികൾ അങ്ങനെ പലതും ചെയ്യിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു ദൃശ്യം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ന്യൂസിൽ നിന്ന് കാണിക്കുന്നുണ്ട്. പണ്ടും ഇത് ഞാൻ കേട്ടിരുന്നു, പക്ഷെ ഇത്തരത്തിൽ നമുക്ക് പോയി വീഡിയോ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞിരുന്നില്ല എന്നേ ഉള്ളൂ, ശരിയാണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ദൃശ്യം പുറത്തു വന്ന നിലയ്ക്ക് നമുക്ക് അത് വിശ്വസിക്കേണ്ടി വരികയാണ്. ഇത് ആൺകുട്ടികളുടെ കാര്യം. ഇനി പെൺകുട്ടികളുടെ ഭാഗത്ത് എന്താണ് വരുന്നതെന്ന് അറിയില്ല, അവരുടെ സെക്ഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. എന്റെ വീട്ടിൽ വന്നിട്ടുള്ള പെൺകുട്ടികളോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നമുക്ക് ഇതുപോലെ അസിസ്റ്റന്റ് മാനേജറാകാം, അത്ര ലക്ഷങ്ങൾ സാലറി കിട്ടും, നമുക്കൊരു ഔട്ട്ലെറ്റ് ഇടാം എന്നൊക്കെയാണ്. എത്രയോ വർഷങ്ങളായി തുടങ്ങിയിട്ട് 10-15 വർഷം മുമ്പേ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഔട്ട്ലെറ്റുകളുടെയും അസിസ്റ്റന്റ് മാനേജറുമായിട്ട് ലക്ഷങ്ങൾ സാലറി വാങ്ങാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്ര ആൾക്കാർ ഇത് ഉണ്ടായിരുന്നിരിക്കണം, എത്ര ആൾക്കാർ. ഏറ്റവും രസകരമായ വസ്തുത, ഇത്തരത്തിൽ കയറി ഇറങ്ങുന്ന കുട്ടികൾ മലബാറിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ നടക്കുന്ന കുട്ടികളൊക്കെ തെക്കൻ കേരളത്തിലുള്ളവരാണ്. തെക്കൻ കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് വടക്കൻ കേരളത്തിലെ കുട്ടികളാണ്. ഇങ്ങനെ ഒരു വിഭാഗം ബിസിനസിന്റെ പേരിൽ, മാർക്കറ്റിങ്ങിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടാർഗറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഇത്ര ടാർഗറ്റ് വേണം, അപ്പോൾ ടാർഗറ്റിൽ ഇത്ര ചെയ്യണം എന്ന് നിർബന്ധമാണ്. ഒരു മാസം ചെയ്യുമ്പോൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തത് കൊണ്ട് 1, 2, 3 മാസം ചെയ്യിച്ച് ഇവരെ ജോലിയിൽ ശരിയല്ല, അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തത് കൊണ്ട് അവരെ റിമൂവ് ചെയ്യും. ഇതാണ് ഉണ്ടാകല്. പക്ഷെ അങ്ങനെ റിമൂവ് ചെയ്യുന്ന വലിയൊരു ഭാഗമാണ് അവർക്ക് ലാഭം. അവർക്ക് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവർക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല, അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടു എന്ന കാരണം കൊണ്ട് അവർ ആരോട് പരാതിയും പറയില്ല. അപ്പൊ ശരിയായ വിവരങ്ങൾ നമ്മൾ അറിയില്ല. എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കുട്ടികളെ ബാഗും തൂക്കി ടൈം തൂക്കി ഇറങ്ങി പോകുന്നത്, വീട് വീടാന്തരം കയറി ഇറങ്ങി വെള്ളം പോലും കുടിക്കാതെ വെയിൽ കൊള്ളുന്നത്, ഒരു പ്രയാസം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നാ? 11 സെയിൽ എന്നാ പറയുന്നത്. 10 സെയിൽ നടന്നു കഴിഞ്ഞാൽ ഔട്ടാ. പക്ഷെ 10 പേര് 10 സെയിൽ നടന്നു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് 100 സെയിൽ നടന്നു. പക്ഷെ ഇവർക്കാണൊന്നും തേങ്ങാപ്പിണ്ണാക്കും ഇല്ലാത്തത്. ഇതാണ് അതിന്റെ വസ്തുത. എന്നിട്ട് പോരാത്തതിന് പീഡനവും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ദൃശ്യങ്ങൾ എത്ര ഭീകരമാണ്. കഴുത്തില് തുടലിട്ട് ബെൽറ്റ് ഇട്ടിട്ട് പട്ടിയെ പോലെ നടത്തിക്കുക, അതുപോലെ നാണയം പ്ലേറ്റിൽ വെള്ളമൊഴിച്ച് നാണയം ഇട്ടിട്ട് അതിനെ നക്കി ആ നാണയം എടുപ്പിക്കുക. ഇവിടെ ഈ പുരുഷന്മാരോടൊക്കെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അവരുടെ ട്രൗസർ കിഴിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ പിടിപ്പിക്കുക, പരസ്പരം പിടിപ്പിച്ചുകൊണ്ട് നിർത്തുക.
അപ്പോൾ പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് വളരെ ക്രൂരമായ രീതിയാണ്. ഇത്തരത്തിലുള്ളവരെ വെച്ചു ഉറപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മളൊക്കെ എത്ര സംസാരിച്ചാലും അവർ പറയുന്നത് അതൊക്കെ നമ്മളൊരു പണിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് നമുക്ക് സെറ്റപ്പ് ആകും, നാളെ വലുതാകും എന്നാണ്. ഒന്നും ആകാൻ പോകുന്നില്ല. ഇത് ചൂഷണമാണ്, ഇതൊരു മനോരോഗമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ മനോരോഗത്തിന് നിന്നു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ഇത്തരത്തിലാണ് പീഡനങ്ങളും ചൂഷണങ്ങളും ഉണ്ടാവുന്നത്. ഇവന്മാരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം, ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇവിടെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിലാണ് ഇമാതിരിയുള്ള തോന്നിയാസങ്ങൾ മുഴുവൻ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ എത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, ഒക്കെ പിടിക്കപ്പെടുന്നില്ല. പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേസ് കൊടുക്കുമായിരിക്കും. അവിടെയും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നവർ, ഞാൻ 2 പേരുകൾ പറഞ്ഞുതരാം. ഇപ്പൊ സേവന, സുഭിക്ഷ എന്ന് പറഞ്ഞ 2 സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ പീഡനം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവിടെ എത്രയോ വർഷങ്ങളായി ഇതുപോലെ സെയിൽ നടക്കുന്നുണ്ട്. അതിൽ എത്ര പേർ സെയിൽസ് മാനേജർമാരും അതുപോലെ എത്ര പേർ മെയിൻ മാനേജർമാരും ഒക്കെ ആയി മാറി, എത്ര പേർ അവിടെയും ഇവിടെയൊക്കെ സ്ഥാപനങ്ങൾ ഔട്ട്ലെറ്റുകൾ ഇട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. അതോ അവരും ഈ ഹിന്ദുസ്ഥാൻ പവേഴ്സ് ലിങ്ക്സിനെ പോലെ പ്രവർത്തിക്കുന്നവരാണോ? ഇവരുടെ ഈ ബിസിനസ് കയറിയെന്നും പറഞ്ഞുള്ള ഒരു പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പട്ടിനെ പോലെ ബെൽറ്റ് ഇട്ടിട്ട് അങ്ങാട്ടിങ്ങാട്ട് നടത്തിക്കുക. പിന്നെ ആ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല, പാത്രത്തിന്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ അകത്ത് ഒരു കോയിൻ ഇട്ടിട്ടുണ്ടാവും. അത് പട്ടിനെ പോലെ നക്കി ആ കോയിൻ എടുത്ത് പുറത്തിടണം. പിന്നെ ഈ കോയിൻ നിലത്തിട്ടിട്ട് നക്കിക്കൊണ്ട് അറ്റം വരെ പോകണം. അതേപോലെ തന്നെ നക്കി തന്നെ തിരിച്ചും കൊണ്ടല്ല. പിന്നെ പട്ടിനെ പോലെ ഓരോ 4 മൂലക്കും പോയിട്ട് മുള്ളണ പോലെ കാണിക്കുക. പിന്നെ വായില് ഉപ്പിടുക. ചിരി ഉപ്പല്ല, നിങ്ങൾ വിചാരിക്കുന്നത് അത്ര ഉപ്പൊന്നുമല്ല. ഒരു കയ്യിൽ ഉപ്പ് നേരെ വായിലിപ്പോ. നാളെ ബിസിനസ് നന്നായിട്ട് ചെയ്തോണ്ടുമല്ല, അതിന് വേണ്ടിയുള്ള പണിഷ്മെന്റ് ആണ്. അവര് കൂടുതലും പേടിപ്പിക്കണതാണ് ആ കാണുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മര്യാദക്ക് ബിസിനസ് പിടിക്കും എന്നുള്ളൊരു ഇത്. ഈ പാന്റ് അടിച്ചിട്ട് അങ്ങാട്ടിങ്ങാട്ട് പരസ്പരം പിടിച്ചോണ്ട് നിൽക്കാൻ പറയും. തൊട്ടപ്പുറത്തേക്കുന്ന ആളെ പിടിക്കണം, തൊട്ടപ്പുറത്തേക്കുന്ന ആളെ എന്റെ പിടിക്കണം, അങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറയും. പിന്നെ അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ നാട്ടുകാർ വേണ്ടിയതും ഉണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കണം, കാരണം അത്രയും പ്രഷർ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പഴമില്ലേ, ചീനപഴം എടുത്തിട്ട് നിലത്തിടും, മറ്റൊരാൾ തുപ്പിയിടും, അതിന് താക്കാൻ പറയും. ഈ അന്തരീക്ഷത്തിൽ വായുവിൽ കസേരയിൽ ഇരിക്കണ പോലെ ഇരിക്കണം, കൈ നീട്ടി വെച്ചിട്ട് മുട്ടുമടക്കി, എന്നിട്ട് വായിൽ ഒരുപാട് ഉപ്പിട്ട് വരും, പിടിച്ചോണ്ട് അവിടെ ഇരിക്കണവര്. എനിക്ക് സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 8:15 തൊട്ട് 9:30 വരെ. ആ മർദ്ദനം ഒന്നും വെച്ചായിട്ട് എനിക്ക് അറിയാൻ പാടില്ലട്ടാ. അല്ല, പെണ്ണുങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, കാരണം അവരായിട്ട് കോണ്ടാക്ട് ഒന്നും വെപ്പിക്കൂല. അവിടെ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇയാളുടെ ബ്രാഞ്ചിൽ എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും. Different angles. Don't forget to subscribe and support this channel.